നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇന്നലെ രാത്രി മഴ പെയ്തില്ല. 3-4 ദിവസം കൂടി ആദ്യമായിട്ട് രാത്രി മഴ പെയ്യാതിരിക്കുന്നത്. സൂര്യൻ രാവിലെ മഴ പെയ്യത്തില്ലായിരുന്നെന്നുണ്ടെങ്കിൽ പടുതാൻ മേടിച്ചിടേണ്ട ആവശ്യമില്ലായിരുന്നു. ഇന്നലെ നോക്കിയിട്ടെന്നേലും പ്രശ്നം ഉണ്ടാൻ മേടിച്ചാൽ മതിയായിരുന്നു. പക്ഷേ മഴ പെയ്യുമെന്ന് ഓർത്ത് പടുതാൻ മേടിച്ച്. ശ്യാമളമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു മഴ പെയ്ത് പോകുമെന്ന്. പിന്നെ എല്ലാവരും പറഞ്ഞപ്പം ഞാൻ വാങ്ങി. അതല്ല, ഇന്നലെ പനി റിസ്ക് എടുക്കണമായിരുന്നു. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പണി കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ അങ്ങ് മേടിച്ചിട്ടാണ്. ചുമ്മാ രസമില്ല, ഇങ്ങനെ പൊങ്ങി പോയിട്ട് താഴെ വരുന്നതാണ്. നിന്റെ കപ്പ നീ സൂക്ഷിച്ചു വെക്കണം അവിടെ. കുളമ്പണി കഴിഞ്ഞാൽ പിന്നെ എന്നാന്നറിയത്തില്ല, രാവിലെ വെറുതെ ഇരിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടാണ് ചേട്ടായിക്ക്. എന്തേലും എപ്പോഴും എന്തേലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. സൂക്ഷിച്ചു വെക്കുന്ന അങ്ങനെ പബ്ലിക്കായിട്ട് ഇങ്ങനെ തുറന്നിച്ചിടണം. കേറത്തൊന്നുമില്ല. എന്നമോ ദേണ്ടപ്പാ എന്നാടി പതിയെ പതിയെ അയ്യപ്പാ. ആ ഇന്നലെ എന്നാ ചേട്ടാ പറഞ്ഞേ? ഞാൻ അന്നേരം പറഞ്ഞോ രാവിലെ ചോദിക്കുമെന്ന്. ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ. അയ്യപ്പോ ഞാൻ വേണ്ട പോകണ്ട, ഞാൻ പൊക്കോളാം. നമ്മുടെ വീഡിയോ നടന്നോണ്ടിരിക്കും അവിടെ. മാറ്റട്ടെ പ്ലാസ്റ്റിക്. പൊക്കോ. ഓ ഞാൻ പൊക്കോട്ടെ, എനിക്ക് ജോലി ഉണ്ടെന്ന്. എന്നാ ജോലിയാണോ ആർക്കറിയാം. ആ പൊക്കോ, ടാറ്റാ. ദേ ഇവിടെ ഇരുന്നോ, ദേ ഈ സാറേ ഇരുന്നോ, ഇവിടെ 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 ഇരുന്നോ, ഇരുന്നോ. കുഞ്ഞ് കാണായിരുന്നു അവിടെ നിന്നോ. ഇത് പറഞ്ഞു കൊടുക്കടി കൊച്ചിന്. ആ വെള്ളം ഒഴിക്കട്ടെ, വെള്ളം ഒഴിച്ചു വിടണം. നമ്മളിന്നലെ അവിടെ തേച്ചില്ലേ, അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചു വിടണം. മഴ പെയ്തില്ലല്ലോ തുക്കരി. മാറ്റില്ലേ ഇപ്പൊ കിട്ടുന്നില്ല കേട്ടോ. മാറ്റൂടെ അപ്പൊ വരട്ടെ. ഇതുവാടി വേ ഒന്ന് ക്ഷമ കാണിക്കൂ. ഞാൻ
പാടില്ല പാടില്ല. എങ്ങനെ എങ്ങനെ പാടില്ല പാടില്ല എന്ന് പറഞ്ഞ പറഞ്ഞു കേട്ടോ. ഡിങ്കിടിക്കിടി അത് തന്നെ. പാടേ മാറുന്നും ഡിങ്കിടിക്കിടി. ആർക്കറിയാം ആരാ പാടി. അപ്പൊ ഈ വെള്ളം ഏതാ ചേട്ടാ? മഞ്ഞ് വീണാണോ? അങ്ങനെ മോനെ അതിനകത്ത് മോൻ ഇവിടെ വന്നിരുന്നോ? അല്ല ആ കസേര ഇരുന്നോ? ഓ അതിനകത്ത് കയറിയിരിക്കുമൊന്നും വേണ്ട. കുറച്ച് വെള്ളം കിടക്കുന്നുണ്ടോ അവിടെ? വെള്ളം എവിടെ നിന്ന് ഒഴിക്കാനാ? അവിടെ നിന്ന് ഒഴിക്കൂ. പൊന്നാ എങ്ങോട്ടാ? ആനാ പൊന്ന പൊന്ന വീഴുന്നീയ. പിടിക്കുന്നില്ല. ഞാൻ പണ്ട് തൊട്ടേ കാണുന്നൊരു സാധനമാണ് ഈ സാധനം ഉണ്ടല്ലോ. ഇത് ഈ സാധനം ഇങ്ങനെ തൊടുമ്പോൾ ഉണ്ടല്ലോ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരൊറ്റ പോക്കാ. എന്ത് ജീവിയാണ് അത്? ഇങ്ങനെ തൊടും ഇപ്പം എല്ലാം കൂടെ പോവും, ഒരു സ്ഥലത്തോട്ട് കൂടെ പോവും. കണ്ടോ എന്ന സാധനം അത്? ഒഴിച്ചേക്കുവാണോ? അങ്ങനെ ഒഴിച്ചാൽ മതിയല്ലോ അല്ലേ? അങ്ങനെയൊന്നും വേണ്ട. നമുക്കറിയാലോ പോകുന്നുണ്ടോ ഇല്ലോ എന്ന്. ആ ചാക്കിൻ്റെ വൃത്തികേടൊക്കെ അതിനകത്ത് പിന്നെ ആ വരികയല്ലേ. ഇങ്ങനെ വെള്ളം ഒഴിച്ചാൽ പോരെ? നല്ലപോലെ വെള്ളം നിൽക്കണം. ഗ്രൗട്ടായതുകൊണ്ട് സിമെൻറ്റ് പോരല്ല, നല്ല വെള്ളം. അമ്മ അത് അതിനിടയ്ക്ക് ആ കൂടൊന്നും കൊള്ളത്തില്ല അമ്മ, വലിച്ചിട്ട് ഇടിച്ചു തുള്ളി അതിനകത്ത് വെച്ച് തന്നെ. നോക്കട്ടെ എവിടെ നല്ല കുട ഞാൻ ഒപ്പിച്ചോളാം. ഈ കുടയുടെ കമ്പി മാറാൻ തന്നെ എത്ര പൈസ ചിലവാക്കി. നാളെ വരുമോ? നാളെ വരുമോ? പിന്നെ എന്തോ ചാച്ചൻ്റെ കൂടെ എങ്ങാനും വരാനിരിക്കുവാണേ. കൊള്ളല്ലോ. ശ്യാമമ്മയും പോയി. എവിടെ രണ്ടെണ്ണം ഇരിപ്പുണ്ട്, അതിനെ പോയി നോക്കട്ടെ. ഇന്ന് ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. മിക്കവാറും ചേച്ചാൻ്റെ കൂടെ ശനിയാഴ്ച ഇങ്ങ് പോരും. പോക്ക് കണ്ടിട്ട് അങ്ങനെയാണ്. എന്താണ് ഇവിടെ പരിപാടി?
ദോശ എങ്ങനെയാ ഉണ്ടാക്കുന്നത്? ദോശ നന്നാക്കുന്നത് എങ്ങനെ? ദോശ നന്നാക്കുക എന്നതിന്റെ അർത്ഥം കൃത്യമായി എന്താണെന്ന് മനസ്സിലാക്കാൻ കുറച്ചുകൂടി വിശദമായ വിവരം തരൂ. ദോശ കട്ടിയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് മാവ് ഒന്ന് അടിച്ചു നോക്കാം. ദോശ പുളിച്ചു പോയെങ്കിൽ പുളി കുറയ്ക്കാൻ കുറച്ച് പുതിയ മാവ് ചേർത്ത് നന്നായി ഇളക്കുക. ദോശ പൊട്ടുന്നെങ്കിൽ മാവിൽ ഉപ്പ് കുറവായിരിക്കാം. ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കുക. ദോശ ചുരുളാൻ കഴിയുന്നില്ലെങ്കിൽ മാവ് കുറച്ച് കട്ടിയാണെന്ന അർത്ഥം. വെള്ളം ചേർത്ത് നേർപ്പിക്കുക. ദോശയ്ക്ക് നിറം കുറവാണെങ്കിൽ മാവിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ദോശ മാവ് ഉണ്ടാക്കുന്നതിന്റെ കൂടുതൽ വിശദമായ വിവരങ്ങൾ വേണമെങ്കിൽ എന്നെ അറിയിക്കുക. ദോശ നന്നാക്കുന്നതല്ല, ഉണ്ടാക്കുന്ന കാര്യം സഹായിക്കാൻ കഴിയും. ദോശ എങ്ങനെയാണ് കാണപ്പെടുന്നത്? മതി നിർത്തിക്കോ. കട്ടി, പൊട്ടൽ, നിറം. വെള്ള ചായ 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 എങ്ങനെ ഉണ്ടാക്കുക? ഒരു രുചികരമായ ചായ കുടിച്ച നിർദ്ദേശങ്ങൾ പിന്തുടരുക. ആവശ്യമായ സാധനങ്ങൾ: പാൽ, വെള്ളം, ചായപ്പൊടി, പഞ്ചസാര, ഇഞ്ചി ഓപ്ഷണൽ, ഏലക്ക ഓപ്ഷണൽ. ഉണ്ടാക്കുന്ന വിധം: ഓപ്ഷണൽ. വെള്ളം തിളപ്പിക്കുക. ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് തിളപ്പിക്കുക. 2. ചായപ്പൊടി ചേർക്കുക. തിളച്ച വെള്ളത്തിൽ ചായപ്പൊടി ചേർത്ത് നന്നായി ഇളക്കുക. 3. പാൽ ചേർക്കുക. ചായപ്പൊടി കലർന്ന വെള്ളത്തിലേക്ക് പാൽ ചേർത്ത് വീണ്ടും ഇളക്കുക. 4. പഞ്ചസാര ചേർക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കുക. 5. മസാല ചേർക്കുക. ഓപ്ഷണൽ. ഇഞ്ചി, ഏലക്ക എന്നിവ ചേർത്ത് കുറച്ച് സമയം കൂടി തിളപ്പിക്കുക. 6. ചായ തയ്യാർ. ചായ നന്നായി തിളച്ചു കഴിഞ്ഞാൽ അടുപ്പിൽ നിന്ന് ഇറക്കി ചൂടോടെ കുടിക്കുക. കുറുക്കുകൾ: ചായയുടെ കടുപ്പം. ചായപ്പൊടിയുടെ അളവ് കൂട്ടിയാൽ ചായ കടുപ്പമാകും. ഞാൻ വിരിച്ചോളാവേ. എടുക്കണ്ട അമ്മ വിരിച്ചോളാം കേട്ടോ. സിമെന്റ് പൊടി അന്നാ കൈ കൊണ്ടൊക്കെ ചെയ്യാതെ. ചെയ്തതിൻ്റെ അല്ല ഇപ്പൊ പൊട്ടിയത് കയ്യ്. പെണ്ണേ, ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞില്ലേ? ചവിട്ടി പോയതാണോ? അവളല്ലേ ഇത് പണിയുന്നതിന് മുന്നേ വീഡിയോക്കകത്തുനിന്ന് കാണാമായിരുന്നേ. ഈ കുളമേ അന്നേരം കാണുമ്പോൾ നമുക്കങ്ങനെ തോന്നിയല്ല. പണിത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കുളം നേരത്തെ അങ്ങനെ ആയിരുന്നു എന്ന് പെട്ടെന്ന് അന്നേരം അതോ ശ്രദ്ധിക്കുന്നേ. ചൂടില്ലേ? കാല് പൊള്ളുന്നുണ്ടോ? വെള്ളം എടുത്തോണ്ട് വരട്ടെ? ആ വെള്ളം തന്നെ ഒഴിക്കാമല്ലോ. ടൂൾസ് വെക്കാനുള്ള സാധനം. അതിനകത്ത് അധികം വെയിറ്റ് നിൽക്കത്തില്ലെന്ന് തോന്നുന്നു അത് കണ്ടാലേ. പക്ഷെ അതിനകത്ത് കൂടം വരെ ഇരിപ്പുണ്ട്. ഒന്നും അനങ്ങത്ത് പോലുമില്ല. ആ ചാക്ക് ഇങ്ങോട്ട് വെച്ചാൽ ചെയ്യാൻ പറ്റില്ല. നല്ല മഴ ട്യൂഷൻ വിടും. മഴ പെയ്യുന്നുണ്ടോ? നല്ല മഴക്കാറ്. മഴ ചാറാൻ തുടങ്ങി.
ശരിക്കും ചാച്ചിക്കുട്ടിയാണോ ശാന്തമ്മ പറയുന്നത്? അല്ലെങ്കിൽ ജയചാച്ചിയൊക്കെ വന്നിട്ട് ജയചാച്ചിക്ക് സീരിയല്ലേ പറയട്ടെ? പറ. ഗീതാ ഗോവിന്ദം പിന്നെ പട്ടിനെ മാറ്റ ഒരാളുടെ ചുണ്ടത്ത് ചേർത്ത് വെച്ചു, ഞാനത് കത്തിച്ചു കൊടുത്തു. നമ്മുടെ സിഗ്നൽ നമ്മുടെ പെട്ടി അങ്ങോട്ട് കൊടുത്തു, അവരുടെ പെട്ടി ഇങ്ങോട്ട് കൊടുത്തു. പക്ഷെ പെട്ടി തരാൻ അവിടെ സംശയിച്ചു. അത് പോലീസിന്റെ വിസിലിട്ട് ഭയന്നിട്ടായിരിക്കും. അപ്പൊ ഞാൻ നേരത്തെ ചെയ്യത്തില്ലായിരുന്നോ? നല്ല പൊള്ളിയ മീനാണ്, അതാണ്. നാരായണി ഇതുവരെ വന്നില്ല, അതിനുള്ള സമയമായിട്ടില്ല. നല്ല മഴയുടെ ടൈം ഉള്ളപ്പോൾ ഉണ്ടല്ലോ വൈകിട്ടത്തെ ക്ലാസ് അങ്ങ് വേണ്ടെന്ന് നോക്കണം. സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, രാവിലെ ഉണ്ട് സ്പെഷ്യൽ ക്ലാസ്, വൈകുന്നേരം ഉണ്ട്. മഴയുള്ള സമയത്ത് പിള്ളേരെ അങ്ങ് വിടണം അല്ലേ ശാംഭവി? സമയത്രേടാ 3:53 ആയതേ ഉള്ളൂ. ദൈവമേ, 4:30 വരുന്നുണ്ട്, 4:15 വരെ ഉണ്ട്. എന്തുണ്ട് ഒന്നും ഞങ്ങൾക്ക് പിന്നെ അറിയണ്ടല്ലോ. ചേച്ചി പെണ്ണ് എന്തിയേ അവിടെ പോയേക്കുവാ? അതൊക്കെ ഓർമ്മയുണ്ട്. നല്ല മഴയുടെ തയ്യാറെടുപ്പാണ്. കുളത്തിൽ ചാക്ക് ഇടാൻ വേണ്ടി പോയതാ ചേട്ടാ. വെള്ളം കുത്തി വീണാലോ. കാറ്റും ഉണ്ടല്ലോ, ഇത് കറണ്ടും പോയി. അല്ല, അപ്പുറത്ത് പറഞ്ഞത് മാത്രമുള്ള കാറ്റാ, ഇവിടെ ഇല്ലേ? എന്നെ കാണത്തില്ല കണ്ണാടിയിൽ. ശ്യാമളമ്മ മിക്കവാറും വിളിക്കുവേ. അവിടെ മഴ പെയ്താൽ വിളിക്കും, കൊച്ചു വന്നോ ചോദിക്കും. സംഭവിയേ വിശക്കുന്നോ? ഞാൻ ഇപ്പോഴല്ലേ പാത്രം കഴുകി അങ്ങോട്ട് വെച്ചിട്ട് വന്നിരുന്നേ. എന്തോ പറ്റിട്ടുണ്ടല്ലേ? ബ്രെഡ് ഇല്ലടാ. ബ്രെഡ് വെച്ച് കേക്ക്, കാരമൽ കേക്കാണ് ഉദ്ദേശിച്ചേ? എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേക്ക് മാത്രമേ ഉള്ളൂ കേക്ക് കഴിക്കുന്നാണോ എൻ്റെ വിചാരം? എപ്പോൾ വേണേലും കഴിക്കാം. ഓ, എനിക്ക് വയ്യ. ടി വിക്കകത്ത് പിന്നെ എന്തേലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ശാംഭവിക്ക് ആ ഒരു ദിവസം അത് മതി. കേസരി കേസരിക്ക് നല്ല രുചിയാ. ചിക്കനോ? ഇത്ര പെട്ടെന്നാന്ന് നോക്കിയാൽ പോയത്. നല്ല മഴയാണ്, സ്പോർട്സ് ഇതുവരെ കൊണ്ടിട്ടില്ല, ചില സമയമായിട്ടില്ല. കമണി എവിടെ വെള്ളം വീണാണോ? അല്ല, നാരായണിക്ക് 4:15 വരെ ഇല്ലേ? 4 മണി വരെ ആയില്ല. നാരായണി എവിടെ വരുവാന്ന്?
ട്യൂഷൻ പേര് വന്നിട്ടില്ലടി മോനെ, വന്നിട്ടുണ്ടെങ്കിൽ വെക്കാം. മതിയൊക്കെ പോയിട്ട് ആ വെക്കാം. ആ ആരാടിക്ക് നാളെ പഠിത്തമില്ലല്ലോ. അടിപൊളി മഴ, അടിപൊളി മഴ. ഇന്നലെ ഉണ്ടായിരുന്നു മഴ, മിനിഞ്ഞാന്നുണ്ടായിരുന്നു മഴ. നല്ല ഇടി കിട്ടി. ഇവ നിനക്ക് പേടിയൊന്നുമില്ലടി ഇവേ? ഇടിവെട്ടി കണ്ടോ? പൊന്നെ ചേട്ടാ അവിടെ പോയി കിടക്കുവാണോ? എന്റെ ആ ചെരുപ്പ് പോലും ഇടാതെയാ പോയേക്കുന്നു കേട്ടോ. എടപ്പോ ഇങ്ങ വാ, ഇങ്ങ വാ, ഇങ്ങ വാ, ഇവിടെ വാ, ഇവിടെ വാ, എൻ്റെ അടുത്ത് വന്നിരിക്കും. വാ കേട്ടോ. ഈ ഇടി വെട്ടുമ്പോഴാ പൊന്നെ അപ്പ അവിടെ വന്ന് നിൽക്കുവാണല്ലോടി. മഴ കണ്ടില്ലേ? ഞാൻ ഒരു തവണ ഞാൻ ഒരു കാര്യം പറയട്ടുള്ളേ. നോക്കി അമ്മ എടുത്ത് വാ. വെള്ളം കണ്ടോ? ഇവിടെ കുളമായി കിടക്കുന്ന കണ്ടോ? ഉണ്ടോ? ഇവിടെ ആരും വന്നില്ല കുഞ്ഞേ. എല്ലാവരും പോണം, എനിക്കറിയത്തില്ല. ശാംഭവി വാ. നോക്കുന്നതെന്ന് വെച്ചാൽ മഴ കുറഞ്ഞു. മോൻ ഇവിടെ ഇരിക്കുവോ? ഞാൻ അങ്ങോട്ടൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ. ഇപ്പം ഞാൻ താഴെ പോയനെ. അവിടെ പോയിരുന്നേ. ടി വി ഒന്നും വെക്കണ്ട, ടി വി ഒന്നും വെക്കണ്ട. റിമോട്ട് എടുത്ത് മാറ്റി വെച്ചില്ലെങ്കിലേ. നമ്മേ എന്താണ് ചാക്കൊക്കെ ഇട്ടല്ലോ ഇപ്പൊ. ഞാൻ നോക്ക ചേട്ടാ കാണുന്നില്ല. ആ മൊത്തം ഇട്ടല്ലേ? പിന്നെ നമ്മൾ നാളെ ഞാനേ അങ്ങോട്ട് പോട്ടെ. ഇവിടെ തന്നെ ഇപ്പോൾ കുളത്തിൽ ചകടാൻ പോയിട്ട് കുറച്ച് നേരമായിട്ടേ കാണുന്നില്ല. പിന്നെ ഇവിടെ തന്നെ ആയോ എന്തോ. ആ അമ്മതേ അപ്പ എൻ്റെ നോക്കാൻ പോയതാ. അപ്പ എൻ്റെ നോക്കാൻ പോയതാ. അപ്പ വന്നില്ല. അപ്പ വന്നില്ല. ഇനിയിപ്പോൾ നീ പോകുമൊന്നും വേണ്ട. എടി മോനെ ഭയങ്കര ഇടിയാണ്. ഇപ്പൊ ഇച്ചിരി അങ്ങോട്ട് മാറിയെന്നല്ലേ ഉള്ളൂ. എന്തോ കറി? ചൈനക്കാരുടെ ഏത് കറി? ചൈനക്കാരെ കറി വെക്കാവുന്നു. എന്നാ ഉദ്ദേശം? പിന്നെ സിമ്മിന് എടുത്ത് കറി വെക്കണോ? പിന്നെ വെളിച്ചെണ്ണ ആ കാസ്പൂൺ മുളക് ചന്തയും കുറച്ച് വെങ്കായം ഇട്ടിട്ട് ഉപ്പും വെങ്കായം മുളക് ചാന്തും പിന്നെ പിന്നെ എന്നായിരുന്നു പട്ട പെഞ്ചിച്ച് കിട്ടുന്ന ഇളക്കി ഇളക്കിന്റെ കാസ്പൂൺ ഗരം മസാല പൊടി കൊളത്തി വെച്ച്
അരിഞ്ഞ വെച്ച തക്കാളി കറി, തക്കാളി അരിഞ്ഞ വെച്ച കുറച്ച് ബീഫ് കുറച്ച് ബീഫും കൂടെ എടുത്ത് ഇളക്കിയിട്ട് കറി എങ്ങനെ എന്നിട്ട് കടലക്കറി ഉണ്ടാക്കണോ? വെന്ത് കടല ഏത് കറി അവിടെ അങ്ങോട്ടൊന്നും പോണം. അപ്പൊ ഇവിടെ എന്തൊക്കെ വെച്ചിട്ടുണ്ട്? എടുക്കാനാ വേറെ എന്തൊക്കെയാന്ന് പറ. കുറച്ച് ഏത് കറിയാ മോൻ ഉദ്ദേശിച്ചേ? മീൻ കറി. ബീഫ് ഇട്ടിട്ട് കടല ഇട്ട് മീൻ കറിയോ? പിന്നെ എന്താ കാണിക്കുന്നത്? തുപ്പല പതിപ്പിക്കാതെ ആ ടവൽ എന്തിനാ തന്നത്? ഇങ്ങോട്ട് ആള് വരുന്നുണ്ട്. എന്താ ഇവിടെ പോയി? അപ്പം ഇങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ കണ്ടില്ലല്ലോ. മാഞ്ഞു പോയോ? ആ ആരാ വെള്ളം പിടിക്കാൻ പറഞ്ഞേ? അത് ഈ ചാക്കെന്ന് ഒരാഴ്ച കഴിഞ്ഞാൽ മതിയാ മതിയോ? ചാക്ക് നേരത്തെ അങ്ങോട്ടുമായിരുന്നെങ്കിലോ. അപ്പൊ ഏതെല്ലാം നനഞ്ഞില്ല. ഇനിയിപ്പോ താഴെ വരെ പോയിട്ട് പോവാം. അപ്പം ഇത് സാധനം എടുക്കാൻ കൊച്ചിനെ വിളിച്ചു വരാം. ആണോ? പിന്നെ അവള് വരുമ്പോ ഒന്ന് വിളിക്കാൻ പറയല്ലേ അവരോട്. അവരെ പിന്നെ അവിടെ കൊടുക്കുമെന്ന് ആർക്കറിയാം. അതെന്നാ ഇപ്പൊ ചോദിക്കത്തില്ല. ചോദിക്കാം. ഓക്കെ. എന്നാടി അത് താഴെ വെക്കാം. ഞാൻ എടുത്ത ആ വെള്ളം കൂടെ കുത്തിയാണ്. അയ്യോ ഇതാണോ വലിയ കാനം? ഞാനത് പുസ്തകമൊന്നുമില്ലടി. നടക്കാൻ വയ്യ. അതല്ലേ നടക്കണ്ടേ? 2 തോളയിൽ വിടാതെ ഒരു തോള ഇട്ടോണ്ടിരുന്ന അങ്ങനെ. ഇട്ട് ഞാൻ കണ്ടതല്ലേ. പിന്നെ എന്തിന് ഇവിടെ വരുമ്പോൾ അത് തുറക്കാനുള്ള എളുപ്പത്തിനോ? ഊരിയലാണോ തുറക്കാൻ എളുപ്പം? ഇല്ല. പേടി പോയടി. ട്യൂഷൻ വിടാക്കാൻ അത്യാവശ്യം നല്ലൊരു മഴയായിരുന്നു. പെട്ടെന്നങ്ങ് മാറി. പക്ഷെ വെള്ളം നന്നായിട്ട് വരും അത്ര മഴ കൊണ്ട്. ഇതിനകത്ത് നമുക്ക് കുറേ ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വെള്ളം പിടിക്കാൻ ശരിക്കും പറ്റത്തുള്ളൂ. കാരണം അല്ല അതിൻ്റെ വെയിറ്റ് കൊണ്ട് ഇതിന് ഒരു 10 ദിവസം കഴിഞ്ഞാലേ പക്ക ആയിട്ട് സെറ്റാകത്തുള്ളൂ. പക്ഷെ അതുവരെ നിൽക്കുമെന്ന് അറിയത്തില്ല. വെള്ളം മഴ പെയ്ത് നിറയാൻ സാധ്യതയുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടോ, ഇതിപ്പോൾ ഒരു മഴ പെയ്തപ്പോൾ തന്നെ ഇത്രയായി. ഇതിനകത്തോട്ട് വേറെ വെള്ളമൊന്നും വരുന്നില്ല. മഴവെള്ളം മാത്രം വീഴുന്ന. പത്ത് ദിവസം കൊണ്ടേ നിറയത്തുള്ളായിരിക്കും. എല്ലാ ദിവസവും മഴയുണ്ട് ഇപ്പം. കുറച്ച് ചെറുതായിട്ടൊക്കെ എരിച്ചിലടിക്കുന്നുണ്ടല്ലേ. നിറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ പുതിയ വെള്ളം പിടിക്കണം. അതെല്ലാം ആ വെള്ളം മൊത്തം മാറ്റി പിന്നെ വേറെ വെള്ളം, പുതിയ വെള്ളം നിറക്കണം. അതിൽ എളുപ്പം പ്ലാസ്റ്റിക് ഇടുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ടേ. അല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്തെ വെള്ളം ശരിയായി വരാൻ കുറേ സമയമെടുക്കും. മഴക്കാലമാണ് കുഴപ്പമില്ല. ഇതിപ്പം ഇനിയിപ്പോൾ അധികം മഴ കാണത്തില്ലായിരിക്കും. ഈ ഭാഗം ഓരോ ദിവസം കഴിയും തോറും കാണാൻ പറ്റാത്ത പോലെ കാടായിക്കൊണ്ടിരിക്കുക. ഉണ്ടോ ഫ്രണ്ട്? നമ്മുടെ ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ. പിരിയമുളക് എടുത്ത് ഞെടുപ്പടത്തിയപ്പം കുറേ അരി വന്നു. അതെല്ലാം കൂടെ ചുമ്മാ അവിടെ വെതറിയിട്ടതിനകത്ത് കുറേ
മുളകിൻ്റെ തൈകളുണ്ടായി. അതിലൊരു തൈ ഇങ്ങനായി. അതിൻ്റെ വലിപ്പവും ഇതൊക്കെ കണ്ടിട്ടൊരു വെറൈറ്റി തോന്നിയിട്ട് അത് ഒരെണ്ണം അങ്ങനെ നിർത്തിയതാണ്. 2 എണ്ണം ഉണ്ടായിരുന്നു. ഒരെണ്ണം ചാമ്പ് പറിച്ച് കളഞ്ഞു. ഇന്ന് ആ ഒറ്റ മഴയേ പെയ്തുള്ളൂ. നല്ല മഴയായിരുന്നു. ഇനി രാത്രി ചിലപ്പോൾ പെയ്യും. സാധാരണ അങ്ങനെ പെയ്യാറില്ല. ഒറ്റ പെയ്ത്തിലങ്ങ് നിൽക്കും.